നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തൊഴിൽ നിയമലംഘനം നടത്തിയ റിക്രൂട്ടിംഗ് കമ്പനികളുടെ ലൈസൻസുകൾ സൗദി മാനവവിഭവശേഷി മന്ത്രാലയം പൂർണ്ണമായും റദ്ദാക്കിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. നിയമലംഘനങ്ങൾ അത് ഏതു തരത്തിലായാലും രാജ്യത്ത് ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കില്ല. തൊഴിൽ താമസ നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ രാജ്യത്ത് ശക്തമായി തന്നെ തുടരുകയാണ്. വിവിധ മേഖലകളിൽ നിന്ന് ഒരാഴ്ചക്കിടെ 15,050 നിയമലംഘകരെയാണ് പിടികൂടിയിരിക്കുന്നത്. സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകളുടെയും ജവാസത്തിന്റെയും സഹകരണത്തോടെ ഓഗസ്റ്റ് 18 മുതൽ ഓഗസ്റ്റ് 24 വരെ നടത്തിയ ഫീൽഡ് പരിശോധനയിലാണ് ആഭ്യന്തര മന്ത്രാലയ അധികൃതർ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിലായവരിൽ 9,028 പേർ രാജ്യത്തെ താമസ നിയമങ്ങൾ ലംഘിച്ചവരാണ്. അതിർത്തി നിയമങ്ങൾ ലംഘിച്ചതിനാണ് 4,092 പേരെ പിടികൂടിയത്. 1,930 പേർ തൊഴിൽ നിയമ ലംഘനങ്ങൾക്കും അറസ്റ്റിലായവരാണ്. നിയമലംഘകർക്ക് താമസിക്കാനും യാത്ര ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുത്ത 18 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം 46,730 നിയമലംഘകർ നിലവിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് നടപടിക്രമങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. ഇതിൽ 43,773 പുരുഷന്മാരും 2,957 സ്ത്രീകളുമാണ് ഉള്ളത്. 35,653 നിയമലംഘകരെ യാത്രാരേഖകൾ ലഭിക്കുന്നതിനും അവരുടെ നയതന്ത്ര ഓഫീസിലേക്ക് റെഫർ ചെയ്തു. 12,810 നിയമലംഘകരെ സൗദി നാടുകടത്തി. അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് ആർക്കെങ്കിലും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഗതാഗതമോ പാർപ്പിടമോ എന്തെങ്കിലും സഹായമോ സേവനമോ നൽകുകയോ ചെയ്താൽ പരമാവധി 15 വർഷം വരെ തടവ് ലഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കൂടാതെ 1 ദശലക്ഷം റിയാൽ വരെ പിഴ, വാഹനങ്ങൾ, അഭയം നൽകിയ സ്ഥലം എന്നിവ കണ്ടുകെട്ടൽ എന്നീ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കുമെന്നും അവരുടെ പേരുകൾ പ്രാദേശിക മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ കടുത്ത തൊഴിൽ നിയമലംഘനം നടത്തിയ രാജ്യത്തെ 9 റിക്രൂട്ടിംഗ് കമ്പനികളുടെ ലൈസൻസുകൾ മാനവവിഭവശേഷി മന്ത്രാലയം പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. നിയമലംഘനത്തിൽ ഏർപ്പെട്ട മറ്റ് 17 സ്ഥാപനങ്ങളുടെ ഓഫീസുകൾക്ക് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയതായും മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ റിക്രൂട്ടിംഗുമായി ബന്ധപ്പെട്ട കടുത്ത നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കമ്പനികളെയാണ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ലൈസൻസ് റദ്ദു ചെയ്തിരിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിലായാണ് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇവയിൽ കൂടുതലും ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളും ഓഫീസുകളുമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.